മാജിക് അവനിലേക്ക് സ്വാഗതം. പല പല വിഭവങ്ങൾ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ നമ്മളിപ്പോൾ മുതിർന്നവർക്ക് വേണ്ടിയും മുത്തശ്ശന്മാർക്ക് വേണ്ടിയും പിന്നെ എന്താ പറയുക വീട്ടിലെ ഗൃഹനാഥൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കാറ്റഗറീസ് ഓഫ് ആഹാരമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവർക്കും വിരുന്നുകാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ വിഭവങ്ങൾ, പിന്നെ എന്താ പറയുക വിശേഷ അവസരങ്ങളിലേക്കുള്ള വിഭവങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട് നമ്മളുടെ വീട്ടിൽ. അതായത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ വളരെ പ്രധാനമാണ്. കാര്യം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരിലാണ് നമ്മളുടെ കോൺസെൻട്രേഷൻ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ കൊടുത്താൽ അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഇതൊക്കെ ഒരു അമ്മയുടെ പ്രധാനപ്പെട്ട കൺസേൺ ആണ്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് സ്പെഷ്യൽ വിഭവം, ഇത് കുട്ടികളുടെ സ്പെഷ്യലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ മാത്രം ആക്കണ്ട കേട്ടോ, മധുരം ഇഷ്ടമുള്ള ഏതൊരാൾക്കും കഴിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു വളരെ സ്വാദുള്ളൊരു വിഭവമാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ ഈവനിങ് ഒരു എന്താ പറയുക ഒരു ഹൈറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തയ്യാറാക്കി കൊടുക്കാം. കിഡ്സ് പാർട്ടീസിന് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. എന്തിനു വേണമെങ്കിലും ചെയ്യാൻ പറ്റിയൊരു കാര്യം. വീട്ടിലെ വളരെ സാധാരണമായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്, പക്ഷേ അത് വളരെ വ്യത്യസ്തമായി മാറുന്നു. അപ്പോൾ ഇതെന്താണെന്ന് അറിയണ്ടേ? ഇതാണ് നമ്മളുടെ ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ്, പക്ഷേ വ്യത്യസ്തമാണ്. ഇത് ബനാന ആൻഡ് കാരമൽ ഫ്രഞ്ച് ടോസ്റ്റ്, അല്ലെങ്കിൽ കാരമൽ ബനാന ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയാം. ഇത് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കുന്നതാണ്. ഇതിനകത്ത് ഫില്ലിംഗ് ഉണ്ടാകും. ഒരു ഫ്രഞ്ച് ടോസ്റ്റ് പോലെ ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് 6 സ്ലൈസസ്, റോബസ്റ്റ പഴം 3 എണ്ണം, വെണ്ണ 50 ഗ്രാം, പാൽ 1/4 കപ്പ്, ഫ്രഷ് ക്രീം 1/4 കപ്പ്, മുട്ട 2 എണ്ണം, കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പ്. ഇനി സോൾട്ടഡ് കാരമൽ സോസിന് വേണ്ട ചേരുവകൾ: പഞ്ചസാര 1 കപ്പ്, വെള്ളം 1/4 കപ്പ്, വെണ്ണ 50 ഗ്രാം, ഫ്രഷ് ക്രീം 1 കപ്പ്, ഉപ്പ് 1/4 ടീസ്പൂൺ. അപ്പോൾ ഇതൊരു സാധാരണ ഫ്രഞ്ച് ടോസ്റ്റ് അല്ല. ബ്രെഡ് കൊണ്ടുള്ള നമ്മൾ പല ഇതിലും പറയും ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ബോംബെ ടോസ്റ്റ് എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ ഈ ഒരു വിഭവം നല്ല എന്താ പറയുക സാധാരണ രീതിയിലല്ല ചെയ്യുന്നത്. നമ്മളതിന് നല്ലൊരു ഫില്ലിംഗ് എല്ലാം കൊടുത്ത് വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ചോയ്സാണ്. ഇതിൽ ഏറ്റവും നല്ല ഒരു സ്വാദുള്ളൊരു ഫില്ലിംഗാണ് ഇത്. പഴവും കാരമൽ സോസും, സോൾട്ടഡ് കാരമൽ സോസും കൂടി ഒരു കോമ്പിനേഷൻ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്വാദാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടേ? ഒരു സോൾട്ടഡ് കാരമൽ സോസ്. അതിന് ആദ്യം അടുപ്പ് കത്തിക്കുക. ചുവട് കട്ടിയുള്ളൊരു പാത്രം, അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാരയും അതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളം. ഓക്കെ, നമ്മളിത് ഇതിപ്പോൾ പഞ്ചസാര ഗ്രാന്യൂൾസ്, പൊടിച്ച പഞ്ചസാരയല്ല, സാധാരണ പഞ്ചസാര. അതിനോടൊപ്പം ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കാരമൽ സോസായി മാറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം കാരമൽ സോസ് നമ്മൾ തയ്യാറാക്കി വെച്ചത് സോൾട്ടഡ് കാരമൽ സോസ്. അപ്പം പഞ്ചസാരയുടെ നല്ലൊരു മധുരമാണ് കാരമൽ സോസ് എന്ന് പറയാം. അതിലൊരല്പം ഉപ്പും കൂടി ചേർന്ന് വരുമ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. ഒരു പ്രത്യേക സ്വാദാണ്, ചെറിയൊരു ഉപ്പ് രസമുള്ളൊരു കാരമൽ സോസ്. അപ്പോൾ ഇനി നമ്മൾ പഞ്ചസാരയും വെള്ളവും ഒന്നിച്ച് ചേർന്ന് നന്നായിട്ട് അലിയുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. തടി കൊണ്ടാണ് ഇളക്കേണ്ടത്, അതാണ് ഏറ്റവും നല്ലത് ഇത്തരം കാര്യങ്ങൾക്ക്. ഇനി ഇളക്കണം എന്നില്ല. ഇനി പാത്രം ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് അനക്കി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ നിറം ഒന്ന് മാറട്ടെ. അപ്പോൾ തീ ഒരല്പം കുറച്ച് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഒരു ഷുഗർ സിറപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുന്നു. ഈ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളറ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആവണം. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് അത് പെട്ടെന്ന് തന്നെ അതിനൊരു ചൂടുണ്ടല്ലോ. ഈ ഒരു സ്റ്റേജിൽ നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് തീ ഒരല്പം കുറച്ചു ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റുന്നു. എന്നിട്ട് ഇതിലേക്കൊരു ഭയങ്കര ഒരു ബഹളമൊക്കെ ഇപ്പോൾ കേൾക്കാം. നമ്മൾ വെണ്ണ, ഒരു 50 ഗ്രാം വെണ്ണ, പതഞ്ഞിരുന്ന ഒരു രീതിയിലേക്ക് വരും. 50 ഗ്രാം വെണ്ണ ചേർത്ത് ഞാൻ അടുപ്പിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിരിക്കുവാണ്. കണ്ടല്ലോ, നമ്മളുടെ കാരമൽ സോസ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ വെണ്ണ നമ്മൾ ചേർത്തു. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഒരുപാട് ബ്രൗൺ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു ചെറിയ ക്രിപ്പ് രസം വരും. നമുക്കതല്ല വേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു ബാലൻസ് ചെയ്യേണ്ടത്. എണ്ണ ചേർത്തു. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഫ്രഷ് ക്രീം 1 കപ്പ് ഫ്രഷ് ക്രീം,
തീ ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ അടുപ്പിൽ നിന്നും മാറ്റി. കാരമൽ സോസുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു സോസി ആയിട്ട് മാറും. ഇനി വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഒന്ന് അടുപ്പ് കത്തിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു ലൈറ്റ് കളറിലെ കാരമൽ സോസാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപാട് ബ്രൗൺ ആക്കിയിട്ടില്ല. വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഡാർക്കർ ആക്കാം. അത് നമ്മൾ ആ പഞ്ചസാരയുടെ നിറം എത്ര വരെ ആകണം എന്ന് നമ്മുടെ തീരുമാനമാണ്. ഒരുപാടായി കഴിഞ്ഞാൽ ഒരു ചെറിയ എന്താ പറയുക കയ്പ്പാണ്, എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഇനി എന്താ വേണ്ടത്, ഇതൊരു സോൾട്ടഡ് കാരമൽ സോസാണ്. അപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇതിലേക്ക്. അതതിൻ്റെ സ്വാദ് കൂട്ടുകയുള്ളൂ. ഒരു നല്ലൊരു നുള്ള് ഉപ്പ്, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഞാൻ വീണ്ടും അടുപ്പ് കത്തിച്ചു കൊടുത്തു. വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ്. നമ്മുടെ സോൾട്ടഡ് കാരമൽ സോസ് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്പം ഒന്ന് തണുക്കട്ടെ. തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആകും. ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ട് തോന്നുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകും. ഇരുന്നൊരു കുറുകലുണ്ട്. അങ്ങനെ നമ്മുടെ കാരമൽ സോസ് തണുത്തു. ഞാനൊരു ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇതൊരു ജാറ് നിറച്ചുണ്ടാവും ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെയാണ് നമ്മൾ സോസ് തയ്യാറാക്കി വെക്കേണ്ടത്. അപ്പോൾ കാരമൽ സോസ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പല വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു കാരമൽ ഫ്ലേവേർഡ് ആയിട്ട് ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം വേണമെന്ന് തോന്നിയാൽ എന്താ, ഇതിനെ കുറച്ച് യോജിപ്പിച്ച് ചെയ്യാമല്ലോ. എന്തിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഡിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണം, ഇത് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ ബനാന ആൻഡ് കാരമൽ ഫ്രഞ്ച് ടോസ്റ്റ് ഫില്ലിങ്ങോടുകൂടി. അപ്പോൾ കുറച്ച് വലിയ സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ആകാം. ഇത് നല്ല വലിപ്പമുള്ള സാൻഡ്വിച്ച് ബ്രെഡാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബ്രെഡായാലും കുഴപ്പമില്ല, ഏത് ടൈപ്പ് വേണമെങ്കിലും ആകാം. ഇതൊരു സൈഡിലേക്ക് വയ്ക്കാം. പിന്നെന്താ, നല്ല പഴുത്ത റോബസ്റ്റ പഴമുണ്ട്, അതും ഒരു സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു ഇപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റാണ്. അപ്പോൾ അതിന് നമുക്ക് മുക്കി നമ്മൾക്കതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കാര്യം വേണം. അതെന്താണ്, ആ ഒരു ബാറ്റർ, അത് മുട്ടയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 മുട്ട. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാം, എത്ര വേണമെന്നനുസരിച്ച്. എത്ര സ്ലൈസ് ഓഫ് ബ്രെഡ്, ഈ കാരമൽ സോസ് ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. പിന്നെ എത്ര ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് വേണമെങ്കിലും നമ്മൾക്ക് ഇത് തയ്യാറാക്കാം, അത് നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഞാൻ 2 മുട്ടയിൽ ഒരു ബാറ്റർ തയ്യാറാക്കുന്നു. രണ്ട് മുട്ട. ഇങ്ങനത്തെ ബീറ്റിംഗ് മതി. സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ യോജിപ്പിച്ചാൽ മതി. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ 2 മുട്ടയിൽ ചെയ്യുന്ന കോമ്പിനേഷനാണ്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കാം. ഇതിപ്പോൾ 1/4 കപ്പ് ഫ്രഷ് ക്രീം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ 1/4 കപ്പ് പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കും. ഇത് പാല് 1/4 കപ്പ്. ഇനി ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ മധുരം ഇതിൽ നിന്നും കിട്ടും. പ്രത്യേകിച്ച് പഞ്ചസാര നമ്മൾ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരല്പം വാനില എസൻസും കൂടി ചേർക്കാം. അത് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും ഫ്ലേവർ ഇങ്ങനെ അതാകാം. അതല്ലാന്നുണ്ടെങ്കിൽ സിനമൺ, അതായത് പട്ടയുടെ സ്വാദിഷ്ടമാണെങ്കിൽ കുറച്ച് പട്ട പൊടിച്ചതാകാം, അതല്ലെങ്കിൽ ജാതിക്ക പൊടിച്ചത്, ഏത് ടൈപ്പ് ഫ്ലേവർ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഒരല്പം വാനില എസൻസ്. നമ്മളൊരു വാനില ഫ്ലേവറിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് റെഡിയാണ്. അപ്പോൾ നമ്മളിനി ബ്രെഡ് ഫില്ല് ചെയ്യാൻ പോവാണ്. ആദ്യം അതിലേക്ക് കാരമൽ സോസ്. കാരമൽ സോസ് ആവശ്യാനുസരണം അറ്റത്തോട്ടെല്ലാം പറ്റുന്ന രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. നമ്മൾ തയ്യാറാക്കിയ കാരമൽ സോസാണ് ഇത്, റെഡിമെയ്ഡ് അല്ല. ഒരു സ്ലൈസിലും കൂടി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ പുരട്ടും. ഇനി ഇതിലേക്ക് റോബസ്റ്റ പഴം നമ്മളൊന്ന് പൊളിച്ചിട്ട്
കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തണം. ചെറിയ സൈസായിരുന്നു ഈ റോബസ്റ്റ. അപ്പോൾ വലിപ്പം നോക്കിയിട്ട് എത്ര പഴം വേണമെന്ന് തീരുമാനിക്കാം. എന്നിട്ട് ഈ 2 സ്ലൈസ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു സ്ലൈസ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അമർത്തുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൈഡ്സ് എല്ലാം അമങ്ങി ആ കാരമൽ സോസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിപ്പിടിക്കട്ടെ. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെക്കണം. ഇത് ഫിൽഡ് ആയിട്ടുള്ള സാൻഡ്വിച്ചസ്. മനസ്സിലായല്ലോ ഫില്ലിംഗ് എന്താണെന്ന്? കാരമൽ സോസും അതിനോടൊപ്പം റോബസ്റ്റ പഴവും. ഇനി ഇതുപോലെ ബാക്കി 2 സ്ലൈസും കൂടി നമുക്കിങ്ങനെ ചെയ്യാം. 4 സ്ലൈസ് ബാക്കിയുണ്ട്. ഇതുപോലെ തന്നെ ചെയ്ത് വയ്ക്കാം. നമ്മുടെ 6 സ്ലൈസ് ബ്രെഡും ഇങ്ങനെ ഫില്ല് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കാരമൽ സോസ് ആൻഡ് എന്താ പറയുക പഴം, നമ്മളുടെ റോബസ്റ്റ പഴം. ഇനി എന്താണ് ചെയ്യാൻ പോണത്? ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിലേക്ക് വയ്ക്കുന്നു. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ ബൗളിലാണല്ലോ നമ്മളുടെ ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 2 മുട്ടയും 1/4 കപ്പ് പാല്, 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക്, 1/4 കപ്പ് ഫ്രഷ് ക്രീം, ഇതും കൂടെ യോജിപ്പിച്ച് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറേശ്ശെ ഒഴിക്കാം. ആദ്യം പകുതി ഒഴിക്കാം. ഇനി അടുപ്പിലേക്ക് നമ്മൾ ആദ്യം, ഞാനിപ്പോൾ 50 ഗ്രാം വെണ്ണയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് 3 പോർഷനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പ്രാവശ്യമായിട്ട് നമുക്കിങ്ങനെ ഉരുക്കാം. അപ്പോൾ ഒരു 50 ഗ്രാമിൻ്റെ 1/3 ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തു. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ എഗ് ബാറ്ററിലേക്ക് സാൻഡ്വിച്ചിനെ വയ്ക്കുന്നത്. അതാണ് ഞാൻ കുറച്ചുകൂടെ പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ ഈ ബ്രെഡ് ഇത് നന്നായിട്ട് സൂക്കപ്പ് ചെയ്യും, വലിച്ചെടുക്കും എല്ലാ ഭാഗത്തേക്കും. എന്നിട്ട് ഇത് നമ്മൾ ഉരുകി കിടക്കുന്ന ഈ ചൂട് വെണ്ണയിലേക്ക് വയ്ക്കും. ഇനി ഇതുപോലെ കുറച്ചുകൂടി ഒഴിച്ചിട്ട് രണ്ടാമത്തെ സാൻഡ്വിച്ചും ഫിൽഡ് സാൻഡ്വിച്ചും ഇതിലേക്ക് വയ്ക്കും. അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കട്ടെ. ഒന്ന് തിരിച്ചിടാം. തീ ഒരൽപ്പം കുറച്ച് കൊടുക്കാം. അപ്പുറത്തെ സൈഡ് നന്നായിട്ട് പാകത്തിനൊന്ന് സെറ്റ് ആവും. അപ്പോൾ ആദ്യത്തെ ഫിൽഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മളൊരു സൈഡിലേക്ക് വയ്ക്കും. എന്നിട്ട് വീണ്ടും കുറച്ച്, ഇപ്പം 50 ഗ്രാം എണ്ണയാണല്ലോ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു 1/3. അപ്പോൾ ആദ്യത്തെ 3/1 കഴിഞ്ഞു. ഇനി അടുത്ത അതൊരുക്കുന്നു. അതിലേക്ക് ഇതിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന വെണ്ണ മിശ്രിതത്തിൽ ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്നു. ഇനി തീ ഒരൽപ്പം കുറച്ച് കൊടുക്കുക. ബാക്കിയിരിക്കുന്നതിലേക്ക് നമ്മൾ ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് സാൻഡ്വിച്ച് ഫിൽഡ് കാരമലും പഴവും കൂടി ഫിൽ ചെയ്ത് അപ്പോൾ ഒരു ചെറിയ തീയിലിട്ട് തന്നെ 2 സൈഡും ഒപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ കാരമൽ ബനാന ഫ്രഞ്ച് ടോസ്റ്റ് 3 ഇവിടെ റെഡി ആയി കഴിഞ്ഞു. 3 പീസ്. ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മളിതിനെ ഓരോന്നിനെയും ഒന്ന് കട്ട് ചെയ്യാം. ട്രയാങ്കിളായിട്ട് എന്നിട്ട് അകത്തെ കാരമൽ ഫില്ലിങ്ങോടുകൂടി പഴം എല്ലാമായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മളുടെ ബനാന കാരമൽ
ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിങ്ങനെ ഓരോന്നും ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തു ഓരോ ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് ആ ക്രോസ് സെക്ഷൻ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകിൽ തേൻ ഹണി ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കാരമൽ സോസ്. നമ്മുടെ കാരമൽ ബനാന ഫ്രഞ്ച് ടോസ്റ്റ് അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. അതിമനോഹരമായി നമുക്ക് അലങ്കരിച്ച് വിളമ്പാവുന്ന കാര്യമാണ്. സ്വാദിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെയായിരിക്കും കാരമൽ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ബനാന ഫ്രഞ്ച് ടോസ്റ്റ്. എന്തൊരു സ്വാദാണെന്നറിയാം, ഇതിങ്ങനെ കഴിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പരീക്ഷിക്കുക, കഴിച്ചു നോക്കുക. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സ്മൂത്തി തന്നെയാണ്. നമ്മളുടെ ഈ സമ്മറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരം കുളിർക്കാനും ശരീരത്തിന് ആവശ്യമായ വെള്ളം കിട്ടാനും ശരിക്കും നല്ല ഒരു കൂളിംഗ് ഇഫക്റ്റ്, ശരീരത്തിന് ആ ബോഡിയുടെ കൂളിംഗ് ഇഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട്, പിന്നെ ആരോഗ്യത്തിനും വളരെ ഫലപ്രദമായ കാര്യമാണ് ഫ്രൂട്ട്സ് കൊണ്ടുള്ള സ്മൂത്തീസ്. ഇപ്പോൾ നാച്ചുറലായിട്ട് തന്നെയല്ലേ നമ്മളിതൊക്കെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ടിന്നിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ കുപ്പിയിൽ കിട്ടുന്നതോ അങ്ങനെയുള്ള ശീതളപാനീയങ്ങളൊക്കെ അത്രയും നല്ലതല്ല, എയറേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും. അതൊക്കെ നമ്മളൊരു സന്തോഷത്തിന് ഒരു പെട്ടെന്നൊരു തണുപ്പോട് കൂടി കുടിക്കുമ്പോൾ ഒരു ദാഹം ശമിക്കുന്ന പോലെ തോന്നുമെങ്കിലും നമ്മളുടെ ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്നത് പോലും നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത്. ധാരാളം വൈറ്റമിൻ സി അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓരോ ഫ്രൂട്ടിനും അതിൻ്റേതായ ധാരാളം വൈറ്റമിൻസും ഇഷ്ടം പോലെ മിനറൽസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിന്നിവിടെ കിവി ബനാന സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കിവി സ്മൂത്തിക്ക് വേണ്ട ചേരുവകൾ: കിവി 2 എണ്ണം തൊലി കളഞ്ഞ് കഷ്ണങ്ങളായി മുറിച്ചത്, അധികം പുളിയില്ലാത്ത കട്ടത്തൈര് 1/2 കപ്പ്, ഐസായി തണുപ്പിച്ച പാല് 1 കപ്പ്, തേൻ 2 ടേബിൾ സ്പൂൺ, റോബസ്റ്റ പഴം 1 എണ്ണം. അപ്പോൾ ഇവിടെ ചേരുവകളെല്ലാം റെഡിയാണ്. നമ്മൾക്കിനി നമ്മുടെ കിവി സ്മൂത്തി റെഡിയാക്കിയാൽ മതി. എന്തൊരു ഭംഗിയല്ലേ കിവി കാണാൻ. നോക്ക്, നല്ല ഒരു ഗ്രീൻ കളർ, അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ഡിസൈനും ഒക്കെ ആയിട്ട് നമുക്ക് നാച്ചുറലായിട്ട്. ദൈവം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നത് നമുക്ക് അതിശയം തോന്നും. ഓരോ ഫ്രൂട്ടിൻ്റെ സ്ട്രോബെറി കാണുമ്പോൾ അതൊരു ഭംഗി, കിവി കാണുമ്പോൾ മറ്റൊരു ഭംഗി. ഓരോ ഫ്രൂട്ടിനും വ്യത്യസ്തമായ കളേഴ്സ്. ഈ കളേഴ്സ് എല്ലാം തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് സൂചിപ്പിക്കുന്നത്. അതിൽ പല 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 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പച്ച കളറ്, പിങ്ക് കളർ, പിന്നെ മാങ്ങയ്ക്കൊരു യെല്ലോ ഓറഞ്ച് കളർ, ഓറഞ്ച് ജ്യൂസിനൊരു ഓറഞ്ച് കളറ്, ഓറഞ്ചിന്, പൈനാപ്പിളിന് മഞ്ഞ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോന്നിൻ്റെയും വ്യത്യസ്തമായ നിറഭേദങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം സ്മൂത്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കിവി, ഇതിപ്പോൾ 2 കിവി ഫ്രൂട്ടുണ്ട്, അതും കിവി മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കുറച്ചുകൂടി ഒരു ബോഡി കിട്ടുന്നതിന്, കുറച്ചുകൂടി ഒരു അതിനൊരു കൊഴുപ്പ് കിട്ടുന്നതിന് നമ്മൾ പഴവും കൂടി ചേർക്കുന്നു. പഴം എപ്പോഴും നല്ലതാണ്. റോബസ്റ്റ 1 എണ്ണം മുഴുവൻ വേണമെന്നില്ല, ഒരു ഹാഫ് ആയാലും മതി, ഒരു പകുതി റോബസ്റ്റ പഴമായാലും മതിയാകും. ഞാൻ എപ്പോഴും പഴം ഫ്രഷായിട്ട് അന്നേരമാണ് കട്ട് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ കളറ് മാറിപ്പോകും. പിന്നെ പറ്റുമെങ്കിൽ ഐസ് പാല്, നല്ല ഫ്രോസൺ ആയിട്ടുള്ള പാല് തന്നെ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഒരു 1/2 കപ്പ് യോഗേർട്ട്, അധികം പുളിയില്ലാത്ത. കാര്യം നല്ല പുളിയുണ്ട്, മറ്റേ നമ്മുടെ കിവിക്ക് ഇച്ചിരി അത്യാവശ്യം പുളിയുണ്ട്, അത് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര്. പിന്നെ പഞ്ചസാരയല്ല ചേർക്കുന്നത്, നമ്മൾ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ്, തേനാണ്. തേൻ ആരോഗ്യത്തിന് വളരെ നല്ലത്, ശരീരത്തിന് നല്ല കാര്യം. ഒരു 1-2 ടേബിൾ സ്പൂൺ തേനാകാം. തേനും പിന്നെ നമ്മൾ ഫ്രോസൺ മിൽക്ക്, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ഐസ് പോലാക്കിയ പാൽ, അതേതാണ്ട് 1 കപ്പ് വരെ ആകാം. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ്. അങ്ങനെ നമ്മുടെ കിവി സ്മൂത്തിയും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നല്ല ഇളം പച്ച നിറത്തിലെ അതിസുന്ദരിയായ സ്വാദുള്ള നമ്മളുടെ
കിവി സ്മൂത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എന്തൊരു ഭംഗിയല്ലേ ഇതിനെ കാണാൻ. അതിനകത്തുള്ള ആ ബ്ലാക്ക് ചെറിയ ചെറിയ സീഡ്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു ഇളം പച്ച നിറവും അതിനോടൊപ്പം ഒരു കറുത്ത കുത്തു പോലെ ഇങ്ങനെ ചെറിയ അതിൻ്റെ സീഡ്സൊക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സാധനമാണ് ഈ കിവി എന്ന് പറയുന്നത്. സ്വാദിൻ്റെ കാര്യത്തിൽ മുൻപിൽ തന്നെയാണ്. ഇത് ഒന്ന് ഇങ്ങനെ തയ്യാറാക്കി കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു സൂത്തിങ് കളറാണ്. സൂത്തിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുളിർമ തരുന്ന ഒരു കളർ. അപ്പോൾ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയതല്ലേ? തീർച്ചയായിട്ടും പറ്റിയതാണ്. മാത്രമല്ല ഇതിൻ്റെ ധാരാളം നല്ല നല്ല കാര്യങ്ങളുണ്ട് കിവിയിൽ. ഒരു പ്രാവശ്യമെങ്കിലും ഈ കിവി സ്മൂത്തി തയ്യാറാക്കി കഴിച്ച് നോക്കണം, ഇഷ്ടമാവും. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ഫ്രൂട്ട്സായി. ഇത് കിവി സ്മൂത്തി, പിന്നെ നമ്മൾ പൈനാപ്പിൾ സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ട്രോബെറി സ്മൂത്തി തയ്യാറാക്കി നോക്കി. ഇനിയും എത്രയോ ഫ്രൂട്ട്സ് കൊണ്ട് നമ്മൾ സ്മൂത്തീസ് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് ഈ സമ്മറിന് വേണ്ടിയിട്ട് തയ്യാറാക്കി കാണിക്കുകയാണ്. നിങ്ങളും മാറി മാറി ഓരോ ദിവസവും ഓരോ സ്മൂത്തി തയ്യാറാക്കി കഴിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു കാരമൽ ബനാന ഫ്രഞ്ച് ടോസ്റ്റാണ് നമ്മൾ ആദ്യം തയ്യാറാക്കിയത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും, മുതിർന്നവർക്കും അതുപോലെ തന്നെ ഇഷ്ടമാവും. പിന്നെ രണ്ടാമത് കാണിച്ചതും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ് കിവി സ്മൂത്തി, കിവി ബനാന സ്മൂത്തി. തീർച്ചയായിട്ടും ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവൻ്റോടെ